ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയ പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു എന്നുള്ള ചാപ്റ്റർ ആട്ടോ ഒന്ന് നോക്കുന്നത്. വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരുപാട് പോയിന്റ്സ് നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അതായത് ചൈനീസ് വിപ്ലവം, റഷ്യൻ വിപ്ലവം, അതുപോലെ ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഇതിനൊക്കെ പറ്റി പഠിക്കാനുള്ള ഒരുപാട് പോയിന്റ്സ് വരുന്ന ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ വിട്ടുകളയരുത്. അപ്പൊ നമ്മുടെ ഈ ഒരു CRT സീരീസ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ 13ാമത്തെ യൂണിറ്റ് ആണ് പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു. ഫസ്റ്റ് തന്നെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് കൊടുത്തത്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാവാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ അവയിൽ ഉൾപ്പെടുന്നവയാണ്. ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടണം. ഏതെങ്കിലും ഭരണം ഈ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലാവുകയാണെങ്കിൽ അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. 18ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ ജനത തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. 18ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ ജനത തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒരു ഭാഗമാണ് കൊടുത്തത്. എന്തെല്ലാം അവകാശങ്ങളെ കുറിച്ചാണ് ഇതിൽ പരാമർശിക്കുന്നത്? എന്തിനൊക്കെ? ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ജീവിത സൗഖ്യത്തിനുള്ള അവകാശം പറയുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്താണ് സമത്വത്തോടെ ജീവിക്കാനുള്ള അവകാശം, അതുപോലെ ജനങ്ങളുടെ അധികാരത്തെ പറ്റി പറയുന്നുണ്ട് അല്ലെ. അതായത് ഏതെങ്കിലും ഭരണകൂടം ഈ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലാവുകയാണെങ്കിൽ അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അപ്പം ഭരണകാര്യങ്ങളിൽ ജനങ്ങൾക്കും അധികാരം ഉണ്ടാവണം എന്നാണ് ഇതിലൂടെ പറയുന്നത്. ഇപ്രകാരം ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്താൻ അമേരിക്കൻ ജനങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ കൊളോണിയൽ നിയന്ത്രണം. മേഫ്ലവർ എന്നു പേരുള്ള കപ്പലിൽ അമേരിക്കയിലെത്തിയ തീർത്ഥാടക പിതാക്കന്മാർ എന്നറിയപ്പെടുന്നത്, അതായത് പിൽഗ്രിം ഫാദേഴ്സ് എന്നറിയപ്പെടുന്ന പ്യൂരിറ്റന്മാരുടെ ഒരു സംഘം വടക്കേ അമേരിക്കയിൽ പ്ലിമൌത്ത് എന്ന കോളനി സ്ഥാപിച്ചു. പ്ലിമൌത്തിന്റെ മറ്റൊരു പേര് മസാച്യുസെറ്റ്സ്. പിൽക്കാലത്ത് 12 കോളനികൾ കൂടി ഇവിടെ രൂപം കൊണ്ടു. ഈ കോളനികളിൽ വസിച്ചിരുന്നവരിൽ ഭൂരിഭാഗവും ഇംഗ്ലീഷുകാരായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്നും വന്നവരായിരുന്നു. മാതൃരാജ്യത്തിന്റെ പിന്തുണയില്ലാതെ അമേരിക്കയിൽ എത്തിച്ചേർന്ന ഇവരെ നിയന്ത്രിക്കുന്നതിനായി ഇംഗ്ലണ്ടിലെ രാജാവ് കോളനികളിൽ ഗവർണർമാരെ നിയമിച്ചു. കോളനിക്കാരുടെ അസംതൃപ്തിക്ക് ഇത് കാരണമായി. ഓക്കെ, അപ്പൊ ആരാണ്? തീർത്ഥാടക പിതാക്കന്മാരാണ് നമ്മുടെ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചത്. ആരാണ് ഈ പ്യൂരിറ്റന്മാർ അല്ലെങ്കിൽ തീർത്ഥാടക പിതാക്കന്മാര്? ഇംഗ്ലണ്ടിലെ ഒരു ക്രിസ്തീയ സഭാ വിഭാഗമായിരുന്നു പ്യൂരിറ്റന്മാർ. ആരാധനാ കാര്യങ്ങളിൽ യാഥാസ്ഥിതിക നിലപാടായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. രാജ്യത്തെ ഇതര ക്രിസ്തീയ വിഭാഗങ്ങളുമായി ഇവർ സംഘർഷത്തിലായിരുന്നു. ഇതേ തുടർന്ന് ഇവരിൽ ചിലർ സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് കുടിയേറി കോളനികൾ സ്ഥാപിച്ചു. അപ്പൊ ഇംഗ്ലണ്ടിൽ നിന്നും കുടിയേറി വന്നുള്ള ആളുകളാണ് തീർത്ഥാടക പിതാക്കന്മാർ അല്ലെങ്കിൽ പ്യൂരിറ്റന്മാർ എന്ന് പറയുന്നത്. പ്യൂരിറ്റന്മാർ ഇംഗ്ലണ്ടിലെ ഒരു ക്രിസ്തീയ സഭാ വിഭാഗമായിരുന്നു. അതായത് ഇംഗ്ലണ്ടിലെ ഇതര ക്രിസ്തീയ വിഭാഗങ്ങളുമായി ഇവർ സംഘർഷത്തിലായിരുന്നു. ഇതേ തുടർന്ന് ഇവരിൽ ചിലർ സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് കുടിയേറിയവരാണ്. ഓക്കെ, അപ്പൊ ഇവര് മെയ്ഫ്ലവർ എന്ന കപ്പലിലാണ് അവർ അമേരിക്കയിലേക്ക് എത്തിയത്. എന്നിട്ട് ആദ്യം സ്ഥാപിച്ച കോളനി ഏതാണ്? പ്ലിമൌത്ത് അല്ലെങ്കിൽ മസാച്യുസെറ്റ്സ് ആണ് കേട്ടോ. പിന്നീട് 12 കോളനികൾ കൂടി സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ഈ 12 കോളനികൾ? ന്യൂ ഹാംഷെയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ന്യൂ ഹാംഷെയർ, മസാച്യുസെറ്റ്സ്, റോഡ് ഐലൻഡ്, കണക്ടിക്കറ്റ്, ന്യൂ ജേഴ്സി, ഡെലാവെയർ, വെർജീനിയ, മേരിലാൻഡ്, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, ജോർജിയ, പെൻസിൽവാനിയ, ന്യൂയോർക്ക്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്തെങ്ങാനും മൊത്തം പേര് നമ്മൾ പഠിച്ചെടുക്കണേ. അപ്പൊ ഈ ഒരു കൊളോണിയൽ നിയന്ത്രണം എന്ന് പറഞ്ഞത് ഇങ്ങനെ ഇവര് മാതൃരാജ്യത്തിന്റെ, അതായത് ഇംഗ്ലണ്ടിന്റെ പിന്തുണ ഇല്ലാതെയാണ് ഇവര് അമേരിക്കയിലേക്ക് എത്തിച്ചേർന്നത്. ഇംഗ്ലണ്ടിന്റെ രാജാവ് ഇവരെ നിയന്ത്രിക്കുന്നതിനായിട്ട് അവിടുത്തെ കോളനികളിൽ ഗവർണർമാരെ നിയമിക്കുകയാണ് ഉണ്ടായത് കേട്ടോ. ഇതാണ് കൊളോണിയൽ നിയന്ത്രണം എന്ന് പറയുന്നത്. ഇത് കോളനിക്കാരുടെ അസംതൃപ്തിക്ക് കാരണമായി. ഇനി വാണിജ്യ നിയന്ത്രണം നോക്കാം. ബ്രിട്ടീഷ് ഭരണകൂടം നിയമനിർമ്മാണത്തിലൂടെ കോളനികളിൽ വാണിജ്യ നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിച്ചു. അസംസ്കൃത വസ്തുക്കൾ സംഭരിക്കാനും നിർമ്മിത ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുമുള്ള കുത്തക കമ്പോളമാക്കിയവർ കോളനികളെ മാറ്റി. ബ്രിട്ടൻ നടപ്പിലാക്കിയ വാണിജ്യ നിയമങ്ങൾ എന്തെല്ലാം എന്ന് പരിശോധിക്കാം.
എന്തൊക്കെ വാണിജ്യ നിയമങ്ങളാണ് കൊണ്ടുവന്നത് നോക്കാം. കോളനികളിൽ നിന്ന് കോളനികളിലേക്കുള്ള സാധനങ്ങൾ ബ്രിട്ടീഷ് കപ്പലുകളിലോ കോളനികളുടെ കപ്പലുകളിലോ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. കമ്പിളി, പുകയില, കപ്പലിന്റെ പായ് എന്നീ സാധനങ്ങൾ ഇംഗ്ലണ്ട് വഴി മാത്രമേ യൂറോപ്പിലേക്ക് അയക്കാവൂ. യൂറോപ്പിൽ നിന്നുള്ള സാധനങ്ങൾ ഇംഗ്ലണ്ടിലൂടെ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. അതുപോലെ 1765 സ്റ്റാമ്പ് നിയമം അനുസരിച്ച് വിൽപത്രങ്ങൾ, നിയമപരമായ പ്രമാണങ്ങൾ, ലഘുലേഖകൾ എന്നിവയിൽ നിശ്ചിത വിലയുള്ള സ്റ്റാമ്പ് പതിക്കണമെന്ന് നിഷ്കർഷിച്ചു. അതുപോലെ ഫ്രഞ്ചുകാരുടെ ആക്രമണത്തിൽ നിന്ന് കോളനികളെ സംരക്ഷിക്കാൻ ബ്രിട്ടന് ചെലവായ തുക തിരിച്ചു പിടിക്കുന്നതിനായി അധിക നികുതി ഏർപ്പെടുത്തി. അപ്പൊ എന്താണ് 1765 സ്റ്റാമ്പ് നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണ് ഇതിലൂടെ എന്താണ് വിൽപത്രങ്ങളും അതുപോലെ നിയമപരമായ പ്രമാണങ്ങൾ, ലഘുലേഖകൾ എന്നിവ നിശ്ചിത വിലയുള്ള സ്റ്റാമ്പ് പതിക്കണമെന്ന് നിർബന്ധമാക്കിയതാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത് എന്തിനാണ്? അവിടെ ബ്രിട്ടീഷ് ഭരണകൂടം ഒരു വാണിജ്യ നിയന്ത്രണത്തിനാണ് കേട്ടോ. വർദ്ധിച്ച ജനരോഷത്തെ തുടർന്ന് 1766 ഈ നിയമം പിൻവലിച്ചെങ്കിലും കോളനികൾ നികുതി ഏർപ്പെടുത്തുന്നതിനുള്ള അവകാശം ബ്രിട്ടീഷ് പാർലമെന്റിൽ നിക്ഷിപ്തമാക്കി. ബ്രിട്ടന്റെ ഇത്തരം നടപടികൾ അമേരിക്കൻ ജനതയെ സാരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ കോളനി നിവാസികൾ കലാപവുമായി രംഗത്ത് വന്നു. കോളനി നിവാസികളെ ബ്രിട്ടനെതിരെ പോരാടാൻ പ്രേരിപ്പിച്ച മറ്റു ചില ഘടകങ്ങളും ഉണ്ട്. അവ എന്തെല്ലാം എന്ന് നോക്കാം. സപ്തവത്സര യുദ്ധത്തിന്റെ ഫലമായി കോളനിക്കാരുടെ ഫ്രഞ്ച് ഭീതി ഇല്ലാതായി. അതുപോലെ എന്താണ് യുദ്ധത്തിന് പങ്കെടുക്കുന്നതിന് ഫലമായി കിട്ടിയ സൈനിക പരിചയം, സ്വന്തം ശക്തിയെ കുറിച്ചുള്ള ബോധം. അപ്പൊ ഫ്രഞ്ചുമായിട്ട് 7 വർഷം നീണ്ടു നിന്ന ഒരു യുദ്ധമാണ് സപ്തവത്സര യുദ്ധം എന്ന് പറയുന്നത്. ഈ ഒരു സപ്തവത്സര യുദ്ധത്തിന്റെ ഫലമായി കോളനിക്കാരുടെ ഫ്രഞ്ച് ഭീതി ഇല്ലാതായി. അതുപോലെ യുദ്ധത്തിൽ പങ്കെടുത്തതിന്റെ ഫലമായി അവർക്ക് സൈനിക പരിചയം കിട്ടി. അതുപോലെ സ്വന്തം ശക്തിയെ കുറിച്ചുള്ള ഒരു ബോധം അവർക്ക് ഉണ്ടാവാൻ തുടങ്ങി. ഇത് കാരണം എന്താണ്? ബ്രിട്ടനെതിരെ പോരാടാൻ ഇതൊക്കെ ഈ കാരണങ്ങളൊക്കെ ഈ പ്രേരിപ്പിച്ച കാരണങ്ങൾ, അഗ്രഹ ഘടകങ്ങളാണ് ഇതൊക്കെ. ഇനി ഇവിടെ ബോസ്റ്റൺ തേയില സൽക്കാരം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബോസ്റ്റൺ തേയില സൽക്കാരം എന്താണ്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന നോർത്ത് പ്രഭു 1773 തേയില നിയമം നടപ്പിലാക്കി. അതായത് കോളനി നിവാസികളെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തേയില വാങ്ങാൻ നിർബന്ധിക്കുന്നതായിരുന്നു കേട്ടോ ഈ നിയമം. തുറമുഖത്തെത്തിയ കപ്പലുകളെ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് കയറപ്പറ്റിയ പ്രതിഷേധക്കാർ തേയില പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ സംഭവമാണ് ബോസ്റ്റൺ തേയില സൽക്കാരം എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്താണ്? 1773 ഈ ഒരു തേയില നിയമം നടപ്പിലാക്കുന്നത്. എന്താ തേയില നിയമം? എന്താണ്? കോളനി നിവാസികളെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തേയില വാങ്ങാൻ നിർബന്ധിക്കുന്നതായിരുന്നു ഈ ഒരു നിയമം. ഇതിനെതിരെ അവരെന്താ ചെയ്തത്? തുറമുഖത്തെത്തിയ കപ്പലുകളിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് കയറിപ്പറ്റിയ പ്രതിഷേധക്കാർ തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പൊ റെഡ് ഇന്ത്യക്കാർ എന്ന് പറയുന്നത് ആരാണ്? അമേരിക്കയിലെ സ്വദേശികൾ, അമേരിക്കൻ ജനത ആണ് കേട്ടോ. അതായത് ഈ ഒരു കോളനികൾ സ്ഥാപിച്ചത് ആരാണ്? നമുക്കറിയാം, കോളനികൾ സ്ഥാപിച്ചത് ആരായിരുന്നു? ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന കുടിയേറ്റ പ്യൂരിറ്റന്മാരാണ് കോളനികൾ സ്ഥാപിച്ച്. അതിനു മുന്നേ അമേരിക്കയിൽ ഉണ്ടായിരുന്ന ജനതയെ ഇവര് വിളിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ഇന്ത്യൻ റെഡ് ഇന്ത്യക്കാർ എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ചാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഈ ഒരു തുറമുഖത്തെത്തിയ കപ്പലുകളിൽ നിന്ന് തേയില പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞത്. ഈ സംഭവമാണ് ബോസ്റ്റൺ തേയില സൽക്കാരം എന്നറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. തേയില നിയമം നടപ്പിലാക്കിയ വർഷം 1773. ഇനി അടുത്തത് കോളനികൾ ഐക്യപ്പെടുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ നിയമങ്ങളോടുള്ള എതിർപ്പ് കോളനികൾക്കിടയിൽ ഐക്യബോധം വളരുന്നതിനിടയാക്കി. ഈ ഐക്യബോധത്തിന്റെ പരിണത ഫലമായി ഫിലാഡൽഫിയയിൽ കോളനി നിവാസികളുടെ പ്രതിനിധികൾ സമ്മേളിച്ചു. ഇത് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നും അറിയപ്പെടുന്നു. ഈ സമ്മേളനങ്ങളെ കുറിച്ച് പരിശോധിക്കാം. അപ്പൊ ഈ ഒരു നിയമങ്ങളൊക്കെ കൊണ്ടുവന്നതോടു കൂടി ഈ എതിർപ്പ് എല്ലാ കോളനികളിലും ഈ കോളനികളിലെ ജനതക്കും ഇതിലുള്ള എതിർപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു എതിർപ്പ് കോളനികൾക്കിടയിൽ ഐക്യബോധം വളരുന്നതിനിടയാക്കി. അവർ ഒറ്റക്കെട്ടാവാൻ തുടങ്ങി. ഈ ഐക്യബോധത്തിന്റെ പരിണിത ഫലമായിട്ട് ഫിലാഡൽഫിയയിൽ കോളനി നിവാസികളുടെ പ്രതിനിധികൾ സമ്മേളിച്ചു. ഇത് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നും അറിയപ്പെടുന്നത്. ഇതാണ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത്. ഈ സമ്മേളനത്തെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത് കേട്ടോ. ഫസ്റ്റത്തെ 1774 ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് നടന്നത് 1774 അല്ലേ.
ജോർജിയ ഒഴികെയുള്ള 12 കോളനികൾ പങ്കെടുത്തു. അപ്പൊ നമ്മൾ തേയില സൽക്കാരം പറഞ്ഞപ്പോൾ 1773 നടപ്പിലാക്കിയെന്ന് പറഞ്ഞു. അതിന്റെ തൊട്ടടുത്ത വർഷമാണ് എന്ത് ചെയ്യുന്നത്, ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് എന്തൊക്കെ, ജോർജിയ ഒഴികെയുള്ള 12 കോളനികൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പരാതികൾ പരിഹരിക്കുന്നത് വരെ ബ്രിട്ടനുമായി വ്യാപാരം നിർത്തിവെക്കാനും തീരുമാനിച്ചു. ഇത് രണ്ട് കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതാണ്. സപ്തവത്സര യുദ്ധത്തെ കൊടുത്തിട്ടുണ്ടോ, നേരത്തെ നമ്മൾ നോക്കിയില്ലായിരുന്നു. വ്യാപാര കുത്ത ഉറപ്പിക്കുന്നതിനായി ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് സപ്തവത്സര യുദ്ധം. 1756 ആരംഭിച്ച യുദ്ധം 1763 പാരീസ് സന്ധിയോടെയാണ് അവസാനിപ്പിച്ചത്. അത് 7 വർഷം നീണ്ടുനിന്നു. 56 ആരംഭിച്ചത്, 63 വരെ എന്താണ് പിന്നെ ഉണ്ടായിരുന്നു. അതുപോലെ എന്ത് ഉടമ്പടിയാണ്, പാരീസ് സന്ധിയോടെയാണ്, പാരീസ് ഉടമ്പടിയോടെയാണ് ഈ ഒരു സപ്തവത്സര യുദ്ധം അവസാനിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ പറയുന്നത് ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് 1774. ഇനി അടുത്തത് 1775 രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ് ആണ്. ബ്രിട്ടീഷ് രാജാവിന് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ നൽകി. ജോർജ് വാഷിംഗ്ടനെ അമേരിക്കൻ സൈന്യത്തിന്റെ തലവനായി നിയമിച്ചു. ബ്രിട്ടനുമായി യുദ്ധം ആരംഭിച്ചു. 3 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബ്രിട്ടീഷ് രാജാവിന് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ, എന്താ ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കാം. ജോർജ് വാഷിംഗ്ടനെ അമേരിക്കൻ സൈന്യത്തിന്റെ തലവനായി നിയമിച്ചു. ബ്രിട്ടനുമായി യുദ്ധം ആരംഭിച്ചതും രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിന് ശേഷമാണ് കേട്ടോ. അത് 76 മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് പ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയതെന്നാണ് 1776 മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസിലാണ്. ഇത് എഴുതി തയ്യാറാക്കിയത് ആരാണ്, തോമസ് ജെഫേഴ്സൺ ആണ് കേട്ടോ. തോമസ് ജെഫേഴ്സൺ ആണ് ഈ ഒരു പ്രസിദ്ധമായ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്. തോമസ് ജെഫേഴ്സൺ ആണ്. തോമസ് ജെഫേഴ്സൺ ഇമ്പോർട്ടന്റ് ആണ്. ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്താ, ബ്രിട്ടനുമായുള്ള യുദ്ധം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ രാജാവിനോട് തങ്ങളുടെ വിശ്വസ്തത പ്രഖ്യാപിച്ചുകൊണ്ട് കോളനി നിവാസികൾ നൽകിയ ഒരു പരാതിയാണെന്ത് ഈ ഒരു ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്ന് പറയുന്നത്. ഇതിലൂടെ 1765 ശേഷം പാസാക്കിയ നിയമങ്ങൾ പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, എന്താണ് യൂറോപ്യന്മാര് ഒലീവ് ബ്രാഞ്ചിനെ എന്താണ് ഒരു സമാധാനത്തിന്റെ സിമ്പൽ ആയിട്ടായിരുന്നു കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ബ്രിട്ടനുമായിട്ട് ഒരു യുദ്ധം ഒഴിവാക്കി സമാധാനത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു ലക്ഷ്യത്തോടെയാണ് എന്ത് ചെയ്തത്, കോളനി നിവാസികൾ ഈ ഒരു ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ രാജാവിന് നൽകുന്നത്, ഇംഗ്ലണ്ടിലെ രാജാവിന് നൽകുന്നത്. ഇതിലൂടെ അവർ മറ്റൊരു കാര്യം കൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്താണ്, 1765 ശേഷം പാസാക്കിയ നിയമങ്ങൾ പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ പറയാൻ പോകുന്നത്. തത്വചിന്തയും വിപ്ലവവും, അതായത് അമേരിക്കൻ ജനതയെ സ്വാധീനിച്ച ചിന്തകരും അവരുടെ ആശയങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് എന്താണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ്, ഇതൊരു കോഴ്സ് തരും, ആരാണ് ഇത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ജെയിംസ് ഓട്ടിസ് പറഞ്ഞാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അടുത്തെന്താണ്, ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിക്കുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർണം. ഇംഗ്ലണ്ടിൽ നിന്നും പിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർണം. തോമസ് പെയിൻ പറഞ്ഞാണ് കേട്ടോ. ജോൺ ലോക്ക് എന്താ പറഞ്ഞത്, മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്നാണ് ജോൺ ലോക്ക് പറഞ്ഞത്. അതായത് മനുഷ്യന് ചില അവകാശങ്ങളും മൗലികാവകാശങ്ങളും ഉണ്ട്, അതിനെ ഹനിക്കാൻ അതിനെ ലോക്ക് ചെയ്യാൻ എന്താണ് ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്ക് ആണ് കേട്ടോ. ജോൺ ലോക്ക്. അടുത്തത് സ്വാതന്ത്ര്യത്തിലേക്ക്. അപ്പം മൂന്നാമത്തെ ഫിലാഡൽഫിയ കോൺഗ്രസ് 1776 നടന്നു. അവരൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമൊക്കെ നടത്തിയില്ലേ. പക്ഷെ എന്താണ്, സ്വാതന്ത്ര്യത്തിലേക്ക് ശരിക്കും എന്താണ് അമേരിക്ക സ്വാതന്ത്ര്യത്തിലേക്ക് കടന്ന കാര്യമാണ് ഇനി പറയുന്നത്. 1781 യോർക്ക് ടൗണിൽ വെച്ച് കോൺവാലിസിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് സൈന്യത്തെ ജോർജ് വാഷിംഗ്ടന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സൈന്യം ഫ്രാൻസ്, സ്പെയിന് എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ പരാജയപ്പെടുത്തി. തുടർന്ന് 1783 പാരീസ് ഉടമ്പടി പ്രകാരം 13 അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. 1783 ശരിക്കും എന്താണ് അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് കേട്ടോ. ഓക്കെ, എന്താണ് ഇതിന് കാരണമായത്, 1781 യോർക്ക് ടൗണിൽ വെച്ച് കോൺവാലിസിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് സൈന്യത്തെ ജോർജ് വാഷിംഗ്ടന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സൈന്യം ഫ്രാൻസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ പരാജയപ്പെടുത്തി 81. അതിനുശേഷം 83 എന്താണ് പാരീസ് ഉടമ്പടി പ്രകാരം ബ്രിട്ടൻ 13 അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി ജോർജ് വാഷിംഗ്ടനെ പറ്റി കൊടുത്തിട്ടുണ്ട് നോക്കാം. ജോർജ് വാഷിംഗ്ടൺ 1732 ജോർജ് വാഷിംഗ്ടൺ ജനിച്ചു. പിതാവ് അഗസ്റ്റിൻ വാഷിംഗ്ടണും മാതാവ് മേരി ബാളുമായിരുന്നു. അമേരിക്കൻ കോളനികളുടെ സർവ്വ സൈന്യാധിപൻ, ഭരണഘടനാ കൺവെൻഷന്റെ തലവൻ, അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ചു.
മൈ ജേർണി ടു ദി ഒഹായോ വാലി, പെൻപാൽ വിത്ത് മെനി അറൌണ്ട് ദി വേൾഡ് എന്നിവ ഇദ്ദേഹത്തിന്റെ കൃതികളാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ്? മൈ ജേർണി ടു ദി ഒഹായോ വാലി, പെൻപാൽ വിത്ത്, അതുപോലെ എന്താണ് മെനി അറൌണ്ട് ദി വേൾഡ്. ഇതൊക്കെ എന്താണ്? ജോർജ് വാഷിങ്ടന്റെ കൃതികളാണ് കേട്ടോ. അപ്പൊ അമേരിക്കൻ കോളനികളിലെ സർവ്വ സൈന്യാധിപനാണ്. അതുപോലെ ഭരണഘടനാ കൺവെൻഷന്റെ തലവനായിരുന്നു. അമേരിക്കൻ ഐക്യനാടുകളെ ആദ്യത്തെ പ്രസിഡന്റ് എന്നീ പദവികൾ ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പുതിയ ഭരണഘടന തയ്യാറാക്കുന്നു. യുദ്ധാനന്തരം കോളനികൾ ചേർന്ന് ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷൻ എന്ന പേരിൽ ഭരണഘടനയുടെ ചട്ടക്കൂട് തയ്യാറാക്കി. ഒരു മോഡൽ തയ്യാറാക്കിയതാണ് ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷൻ കേട്ടോ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടന പൂർത്തീകരിക്കുന്നതിനായി ഫിലാഡൽഫിയയിൽ വെച്ച് ജോർജ് വാഷിങ്ടന്റെ നേതൃത്വത്തിൽ ഒരു കൺവെൻഷൻ നടന്നു. ഈ കൺവെൻഷൻ തയ്യാറാക്കിയ ഭരണഘടനയ്ക്ക് അനുസൃതമായി അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രഥമ പ്രസിഡന്റായി ജോർജ് വാഷിങ്ടനെ തെരഞ്ഞെടുത്തു. അമേരിക്കൻ ഐക്യനാടുകളിലെ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകളാണ് ഇവിടെ കൊടുത്തിട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഫെഡറൽ മാതൃകയിലുള്ള ഒരു ലിഖിത ഭരണഘടനയാണ് അമേരിക്കയുടേത്. ഫെഡറൽ മാതൃകയിലുള്ള ലിഖിത ഭരണഘടനയാണ് അമേരിക്കയുടേത്. ഇതനുസരിച്ച് യൂണിയനിൽ ചേരുന്ന ഓരോ സംസ്ഥാനത്തിനും സ്വന്തമായ ചില അധികാരങ്ങൾ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഫെഡറൽ മാതൃക എന്ന് തന്നെ പറയുമ്പോൾ എന്താണ്? യൂണിയനും അതുപോലെ സ്റ്റേറ്റിനും അധികാരം ഉണ്ടാവും അല്ലെ. അതായത് എന്താണ്? സെൻട്രൽ ഗവൺമെന്റിനും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിനും കുറച്ച് അധികാരങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ രണ്ടായിട്ട് അധികാരം എന്താണ് വിഭജിക്കുന്നതിനാണ് ഫെഡറൽ മാതൃക എന്ന് പറയുന്നത്. പിന്നെന്താണ് പ്രത്യേകത? ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടനയായിരുന്നു അമേരിക്കയുടേത്. വിദേശകാര്യം, യുദ്ധം, അന്തർ സംസ്ഥാന വാണിജ്യം, നാണയം തുടങ്ങിയവയിൽ കേന്ദ്ര ഗവൺമെന്റിനാണ് അധികാരം ഉണ്ടായിരുന്നത്. കേന്ദ്ര ഗവൺമെന്റിൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെന്റിന് 3 ശാഖകളാണ്: കോൺഗ്രസ്, പ്രസിഡന്റ്, കോടതി എന്നിവയുടെ അധികാരങ്ങളെ വേർതിരിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ കൊടുത്തിരുന്ന ഡയഗ്രം പൂർത്തീകരിക്കുക. ലിഖിത ഭരണഘടനയാണ് നമ്മൾ പറഞ്ഞു. പിന്നെന്താണ്? ഏറ്റവും ചെറിയ ഭരണഘടനയാണ്. ചെറിയ ഭരണഘടനയാണ്. പിന്നെ ഫെഡറൽ മാതൃകയിലുള്ള എന്താണ്? ഫെഡറൽ മാതൃക. പിന്നെ നമ്മൾ പറഞ്ഞത് അധികാര എന്താണ്? വിഭജനം. അധികാര വിഭജനം. ഓക്കെ, അപ്പൊ ഈ കോൺഗ്രസ് ഇവിടെ എന്താണ്? അമേരിക്കയിലെ കോൺഗ്രസ് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ എന്താണ്? ഇന്ത്യയിലൊക്കെ ഉള്ള പാർലമെന്റിന് പകരമാണ് കോൺഗ്രസ് എന്ന ഈ ഒരു വീട് കേട്ടോ. എന്താണ്? കോൺഗ്രസ്, പ്രസിഡന്റ്, കോടതി എന്നിവയുടെ അധികാരങ്ങളെ വേർതിരിച്ചിട്ടുണ്ടായിരുന്നു. വിപ്ലവാനന്തരം സാമ്പത്തിക, വ്യാവസായിക, വിദ്യാഭ്യാസ, ശാസ്ത്ര, സാങ്കേതിക മേഖലകളിൽ അമേരിക്ക നേടിയ വളർച്ച ഒരു കാലഘട്ടത്തിന്റെ സ്വതന്ത്രമായി ജീവിക്കാനായി പോരാടിയ ജനതയെ ഒരു പ്രധാന ലോകശക്തിയായി വളർന്നു വരാൻ സഹായിച്ചു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ലോകത്തിന് സുപ്രധാന സംഭാവനകൾ നൽകി. അവ ഏതെല്ലാം എന്ന് നോക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രസക്തി എന്താണ്? ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന നിലവിൽ വന്നു. ആധുനിക റിപ്പബ്ലിക്കൻ ഭരണം എന്ന ആശയം ലോകത്തിന് നൽകിയത് ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് കേട്ടോ. അതുപോലെ ഫെഡറൽ ഗവൺമെന്റ് എന്ന ആശയം ലോകത്തിന് സംഭാവന ചെയ്തതും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ലോകമെമ്പാടുമുള്ള കോളനി വിരുദ്ധ സമരങ്ങൾക്ക് ഊർജം പകർന്നതും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തത് ആഭ്യന്തര കലാപവും ഐക്യവും. അടിമത്തം തെറ്റല്ലെങ്കിൽ മറ്റൊന്നും തെറ്റല്ല. അമേരിക്കൻ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഭിന്നതയുടെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്നിനെ കുറിച്ച് എബ്രഹാം ലിങ്കൺ പറഞ്ഞ വാക്കുകളാണ് കേട്ടോ. ഇത് ആരുടെ വാക്കാണ്? അടിമത്തം തെറ്റല്ലെങ്കിൽ മറ്റൊന്നും തെറ്റല്ല എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ ആണ്. എബ്രഹാം ലിങ്കൺ ആണ്. അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എന്താണ്? അടിമത്തം നിലനിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അടിമത്തത്തെ കുറിച്ചാണ് എബ്രഹാം ലിങ്കൺ ഈ ഒരു വാക്കുകൾ പറഞ്ഞത്. അപ്പൊ വിപ്ലവാനന്തരം അമേരിക്കൻ ഐക്യനാടുകൾ നേരിട്ട ഏറ്റവും സങ്കീർണമായ സംഭവമായിരുന്നു ആഭ്യന്തര യുദ്ധം. ഇതിലേക്ക് നയിച്ച പശ്ചാത്തലം ആണ് ഇനി പറയുന്നത് കേട്ടോ. അപ്പൊ അമേരിക്കൻ ഐക്യനാടുകൾ നേരിട്ട ഏറ്റവും സങ്കീർണമായ സംഭവം എന്തായിരുന്നു? ആഭ്യന്തര യുദ്ധമായിരുന്നു കേട്ടോ. അതായത് എന്താണ്? രാജ്യത്തിനകത്ത് തന്നെ എന്താണ്? ഉള്ള ആളുകൾ തമ്മിലുള്ള യുദ്ധം. അതായത് വൈവിധ്യമാർന്ന സംസ്ഥാനങ്ങൾ. അമേരിക്കൻ ഐക്യനാടുകളിലെ സംസ്ഥാനങ്ങൾ തമ്മിൽ കാർഷിക, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലകളിൽ അന്തരം നിലനിന്നിരുന്നു. അവ ഏതൊക്കെയായിരുന്നു നോക്കാം. എന്തൊക്കെ കാര്യങ്ങൾ? വടക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളും തെക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളും. വടക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ വ്യവസായവും വാണിജ്യവും ഒക്കെ പ്രധാന മേഖലയായിരുന്നു. അതുപോലെ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിച്ചിരുന്നില്ല. വിദ്യാഭ്യാസത്തിന് ഇവർ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായിരുന്നു. എന്നാൽ തെക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളോ കൃഷിയായിരുന്നു പ്രധാന മേഖല. സംഘടിത തോട്ടങ്ങളുടെ സാന്നിധ്യം, വ്യവസായശാലകൾ വളരെ കുറവായിരുന്നു. അതുപോലെ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി വടക്കൻ സംസ്ഥാനങ്ങളെയോ ഇംഗ്ലണ്ടിനെയോ ആശ്രയിക്കണമായിരുന്നു. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിരുന്നില്ല. സാക്ഷരതയിൽ വളരെ പിന്നിലായിരുന്നു.
അപ്പൊ നമ്മൾ നോക്കി വടക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങൾ വാണിജ്യപരമായാലും അതുപോലെ എന്താണ് വ്യാവസായികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ മുന്നിലുള്ള ആരാണ്? വടക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളാണ്. എന്നാൽ തെക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ പേരും എന്താണ് കാർഷിക മേഖലയെ ആശ്രയിക്കുന്നവരായിരുന്നു ട്ടോ. സംഘടിത തോട്ടങ്ങളുടെ സാന്നിധ്യവും അതുപോലെ വിദ്യാഭ്യാസത്തിനൊന്നും അവര് പ്രാധാന്യം നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ സാക്ഷരതയിൽ അവര് വളരെ പിന്നിലായിരുന്നു. അതുപോലെ തന്നെ എന്താണ് വ്യവസായശാലകളും എന്താണ് അതുപോലെ തന്നെ വാണിജ്യ മേഖലകളും ഒക്കെ കുറവായതുകൊണ്ട് തന്നെ എന്താണ് അവര് വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി വടക്കൻ സംസ്ഥാനങ്ങളെയോ ഇംഗ്ലണ്ടിനെയോ ഒക്കെ ആശ്രയിക്കണമായിരുന്നു. ഇതൊക്കെയാണ് തെക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളും അതുപോലെ വടക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം ട്ടോ. അപ്പൊ ഈ ഒരു വ്യത്യാസങ്ങളൊക്കെ അമേരിക്കൻ തമ്മിൽ കാർഷിക വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലയിൽ എന്താണ് അന്തരം നിലനിന്നിരുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെ എന്താണ് ഈ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങളാണ്. അടുത്തത് അടിമത്താണ്. 19ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലം വരെ യൂറോപ്യൻ ആഫ്രിക്കയിൽ നിന്ന് കാർഷിക ആവശ്യങ്ങൾക്ക് അടിമകളെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നിരുന്നു. യൂറോപ്യര് ആഫ്രിക്കയിൽ നിന്നും കാർഷിക ആവശ്യങ്ങൾക്ക് അടിമകളെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നിരുന്നു. വടക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ അടിമത്ത വ്യവസ്ഥിതിയെ നിരുത്സാഹപ്പെടുത്തിയവരായിരുന്നു. ജോൺ വൂൾമാന്റെ നേതൃത്വത്തിൽ അടിമത്ത വ്യവസ്ഥിതി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വളരെ മുമ്പേ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ആരെ നേതൃത്വത്തിലാണ്? ജോൺ വൂൾമാൻ ട്ടോ. അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായി 1808 അടിമകളെ ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കയിൽ നിരോധിച്ചു. 1808 അടിമത്തത്തിന് അനുകൂലമായി നിന്ന തെക്കൻ സംസ്ഥാനങ്ങൾ തോട്ടം കൃഷിയുടെ നിലനിൽപ്പിന് അടിമത്തം ആവശ്യമാണെന്നും അതിനാൽ അവരെ മോചിപ്പിക്കുന്നത് രാജ്യത്തിന് ആപത്താണെന്നും വാദിച്ചു. എന്നാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്വന്തം സ്വത്താക്കി മാറ്റുന്നത് അമേരിക്കൻ ഭരണഘടന ആദർശങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വടക്കൻ സംസ്ഥാനങ്ങൾ അഭിപ്രായപ്പെട്ടു. അപ്പൊ അടിമത്തത്തിനെതിരെ നിന്നവരാരായിരുന്നു? അമേരിക്കയിലെ വടക്കൻ സംസ്ഥാനങ്ങളാണ് ട്ടോ. എന്നാൽ എന്താണ് തെക്കൻ സംസ്ഥാനങ്ങൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് തോട്ടം കൃഷി, അതായത് എന്താണ് തോട്ടം കൃഷിയുടെ നിലനിൽപ്പിന് അടിമത്തം ആവശ്യമാണെന്നും അതിനാൽ അവരെ മോചിപ്പിക്കുന്നത് രാജ്യത്തിന് ആപത്താണെന്നും വാദിച്ചത് ആരാണ്? തെക്കൻ സംസ്ഥാനങ്ങളാണ് ട്ടോ. ഇനി അടിമത്തം ഒരു മനുഷ്യൻ അന്യന്റെ സമ്പൂർണ്ണാധികാരത്തിന് വിധേയനായി തീരുന്ന അവസ്ഥയാണ് അടിമത്തം എന്ന് ലീഗ് ഓഫ് നേഷൻസ് നിർവചിച്ചിട്ടുണ്ട്. പരാജിതരായ ശത്രുക്കളെ തടവുകാരായി പിടിച്ചും വ്യക്തികളെ വിലക്ക് വാങ്ങിയും അടിമകളാക്കിയിരുന്ന CE 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനി വികസനത്തോടെ ആഫ്രിക്കയിൽ നിന്ന് വൻതോതിൽ അടിമകളെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. അടിമത്ത വിരുദ്ധ പത്രമായ ദി ലിബറേറ്റും മിസിസ് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവിന്റെ അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന പുസ്തകവും അടിമത്തത്തിനെതിരെയുള്ള ജനവികാരത്തെ ശക്തിപ്പെടുത്തി. എന്താണ് അടിമത്ത വിരുദ്ധ പത്രം? ഏതാണ്? ദി ലിബറേറ്റർ ആണ് കേട്ടോ. ദി ലിബറേറ്റർ. അതുപോലെ മിസിസ് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവിന്റെ അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന പുസ്തകവും അടിമത്തത്തിനെതിരെയുള്ള ജനവികാരത്തെ ശക്തിപ്പെടുത്തി. അപ്പൊ ഇതെന്താണ് ഇത് വടക്കൻ സംസ്ഥാനങ്ങളും തെക്കൻ സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു സംഘർഷത്തെ വർദ്ധിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇനി ബാലറ്റിൽ നിന്ന് യുദ്ധഭൂമിയിലേക്ക്. അടിമത്തം അവസാനിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരായിരുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായിരുന്നു എബ്രഹാം ലിങ്കൺ. അദ്ദേഹം 1860 പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1860 ട്ടോ. തുടർന്ന് തെക്കൻ കരോലിനയുടെ നേതൃത്വത്തിൽ 13 സംസ്ഥാനങ്ങൾ യൂണിയനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു. അവർ തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോൺഫെഡറേറ്റ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ന പുതിയൊരു സംഘം സ്ഥാപിച്ചു. എന്നാൽ വടക്കൻ സംസ്ഥാനങ്ങൾ യൂണിയനിൽ നിന്ന് വേറിട്ടു പോകുന്നതിനുള്ള അവകാശത്തെ ചോദ്യം ചെയ്ത് ഇത് ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ചു. അപ്പോൾ 1860 എബ്രഹാം ലിങ്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. തുടർന്ന് എന്താണ് തെക്കൻ കരോലിനയുടെ നേതൃത്വത്തിൽ 13 സംസ്ഥാനങ്ങൾ യൂണിയനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു. അതിന് മുന്നെന്താണ് ഈ എബ്രഹാം ലിങ്കൺ അടിമത്തം അവസാനിപ്പിക്കാനും പ്രതിജ്ഞാബദ്ധരായിരുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായിരുന്നു ട്ടോ. അപ്പൊ അടിമത്തത്തെ എതിർത്തവരായിരുന്നു തെക്കൻ സംസ്ഥാനങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഒരു എന്താണ് എബ്രഹാം ലിങ്കൺ കൂടി പ്രസിഡന്റ് ആയതോടെ എന്താണ് തെക്കൻ കരോലിനയുടെ നേതൃത്വത്തിൽ 13 സംസ്ഥാനങ്ങൾ യൂണിയനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു. ഇവർ തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോൺഫെഡറേറ്റ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ന പുതിയൊരു സംഘം സ്ഥാപിച്ചു. ഇതൊക്കെ എന്താണ് ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ചു ട്ടോ. യൂണിയൻ വിജയത്തിലേക്ക്. 1861 കോൺഫെഡറേറ്റ് സ്റ്റേറ്റുകളും യൂണിയൻ സ്റ്റേറ്റുകളും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 1863 ഗെറ്റിസ്ബർഗ് യുദ്ധത്തിൽ യൂണിയൻ സ്റ്റേറ്റുകൾ അന്തിമ വിജയം നേടി.
1863 ജനുവരി 1 അമേരിക്കൻ ഐക്യനാടുകളിൽ അടിമകൾക്ക് മോചനം ലഭിക്കത്തക്ക വിധം എബ്രഹാം ലിങ്കൻ വിളംബരം പുറപ്പെടുവിച്ചു. അപ്പൊ എന്നാണ് 1863 അടിമത്തം നിരോധിച്ചുകൊണ്ട് എബ്രഹാം ലിങ്കൻ വിളംബരം പുറപ്പെടുവിക്കുന്നത്. ഇത് പ്രസിദ്ധമായ വിമോചന വിളംബരം എന്നറിയപ്പെടുന്നു. അപ്പൊ 1863 പ്രസിദ്ധമായ വിമോചന വിളംബരം നടക്കുന്നത്. എന്താണ് പ്രസിദ്ധമായ വിമോചന വിളംബരം? അടിമത്തം നിരോധിച്ചുകൊണ്ട് എബ്രഹാം ലിങ്കൻ നടത്തിയ വിളംബരമാണ് 1863. പരാജിതരായ തെക്കൻ സംസ്ഥാനങ്ങളോട് സന്മനോഭാവമാണ് ലിങ്കൻ പ്രകടിപ്പിച്ചത്. 1865 ഏപ്രിൽ 15 ജോൺ വിൽക്സ് ബൂത്ത് എന്ന വിഘടനവാദി അദ്ദേഹത്തെ വധിച്ചു. എബ്രഹാം ലിങ്കൺ മരണപ്പെടുന്നത് ഇങ്ങനെ 1865 ഏപ്രിൽ 15 ആരാണ്? ജോൺ വിൽക്സ് ബൂത്ത് എന്ന വിഘടനവാദിയാണ് അദ്ദേഹത്തെ വധിച്ചത്. ജോൺ വിൽക്സ് ബൂത്ത് കേട്ടോ. ഒരുപാട് വർഷങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തായിരുന്നു ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ആദ്യം പറഞ്ഞു എന്തായിരുന്നു? എബ്രഹാം ലിങ്കൺ അധികാരത്തിലേക്ക് വരുന്നത് എന്നാണ് 1860 അധികാരത്തിലേക്ക് എത്തുന്നത്. 61 കോൺഫെഡറേറ്റ് സ്റ്റേറ്റുകളും യൂണിയൻ സ്റ്റേറ്റുകളും തമ്മിൽ യുദ്ധം പുറപ്പെടുന്നത്. 1863 ഗെറ്റിസ്ബർഗ് യുദ്ധത്തിൽ യൂണിയൻ സ്റ്റേറ്റുകൾ അന്തിമ വിജയം നേടി. 63 എബ്രഹാം ലിങ്കൺ എന്ത് ചെയ്യുന്നത്? അടിമത്തം നിരോധിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിക്കുന്നത്. ഇതിനെയാണ് പ്രസിദ്ധമായ വിമോചന വിളംബരം എന്ന് പറയുന്നത്. അതിനുശേഷം എന്താണ് 1865 ആണ് ജോൺ വിൽക്സ് ബൂത്ത് എബ്രഹാം ലിങ്കണെ വധിക്കുന്നത് കേട്ടോ. ഇനി എബ്രഹാം ലിങ്കണെ പറ്റി ഇവിടെ കൊടുത്തു നോക്കാം. 1809 ഫെബ്രുവരി 12 കെൻഡാക്കിയിൽ ജനിച്ചു. 1859 അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. 16ാമത്തെ പ്രസിഡന്റ് ആയിട്ടാണ് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. അമേരിക്കയിൽ ഐക്യം നിലനിർത്തിക്കൊണ്ട് തന്നെ അടിമകളെ മോചിപ്പിക്കുക എന്നതിന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിലാണ് അദ്ദേഹം ജനാധിപത്യത്തെ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഭരണം എന്ന് നിർവചിച്ചത്. അപ്പൊ എന്താണ്? ജനാധിപത്യത്തെ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഭരണം എന്ന് നിർവചിച്ചത് ആരാണ്? നമ്മുടെ എബ്രഹാം ലിങ്കൺ ആണ് കേട്ടോ. എന്നാണ്? നമ്മളെ ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിലാണ്. ഇനി അങ്ങോട്ട് റഷ്യൻ വിപ്ലവത്തെ പറ്റിയും അതുപോലെ ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റിയും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഒരു ക്ലാസ് നമ്മൾ ഇത്രയാണ് നോക്കുന്നത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ. Okay friends, thank you.